ഹലോ വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സേഫായി ഇരിക്കുന്നൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ നല്ല മഴ കേട്ടോ. നമുക്ക് ഈ വെള്ളം കയറുന്ന പ്രശ്നമൊന്നും ഇല്ലാത്തത് അൽഹംദുലില്ലാ അതൊരു വലിയൊരു ഭാഗ്യമാണ്. എത്ര മഴ പെയ്താലും അങ്ങനെ ഒരുപാട് വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്ന പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ഓരോ സ്ഥലങ്ങളിലും വീട് പകുതി വെള്ളത്തിലൊക്കെ നിൽക്കണ കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നിട്ടോ. നമ്മളൊക്കെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യവാന്മാരല്ലേ, വീടില്ലാണ്ടും വീട് പോയിട്ടും ഓരോ ഷോപ്പുകൾ തകർന്നിട്ടൊക്കെ. ഇപ്പം നമുക്ക് വെറും ദുരന്ത വാർത്തകൾ മാത്രമാണല്ലേ. ഒരു ഭാഗത്ത് മഴ നമുക്ക് ഒരു വികാരമാണല്ലേ, സന്തോഷമാണല്ലേ. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണെങ്കിലും ഈ മഴ അങ്ങോട്ട് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പേടി വരാൻ തുടങ്ങില്ല. അമ്മാതിരി മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ വെയിലാണ് ഒരുപാട് കൂടുതലെന്ന് വെച്ചാൽ ഇങ്ങനെ പേടി ഉണ്ടാവില്ല. ചൂടുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലും മഴ കുറേ പേർക്ക് ദുരന്തം വിധിക്കുന്നുണ്ടല്ലേ. പക്ഷേ മഴയും വേണം, നമുക്ക് വെയിലും വേണം. അതുകൊണ്ട് മഴയെ ഇല്ലാണ്ടാക്കാനും തോന്നിയിരിക്കുന്നില്ല. നല്ല മഴയുള്ള ദിവസമായിട്ട് നല്ല പൊറോട്ടയും ബീഫൊക്കെ അടിക്കാനുള്ള തോന്നുന്നത്. പക്ഷേ ഞങ്ങൾക്കിന്ന് പുട്ടും നമ്മളെ കഞ്ഞിപ്പയറുണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത മറ്റേ പച്ചപ്പയറാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ മഴയായതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പോൾ സ്കൂളും ഇല്ലല്ലോ, സ്കൂളില്ലാത്തതുകൊണ്ടും നേരം വൈകി എണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എണിക്കുന്ന സമയമാകുമ്പോഴേക്കും ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പുട്ടും ഇതും. അപ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് തിന്നണ സുഖം അത് വേറെ ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് പൊറോട്ടം ബീഫില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാളും നല്ല ഉറക്കമാണ്. പിന്നെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്നിട്ട് നല്ല സുഖമാണല്ലോ കിടക്കാൻ. പിന്നെ അക്കോലൂന് ചെറിയ മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവരെ വിളിക്കാൻ വന്ന നേരത്ത് മഴയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ മഴ നല്ല കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ സ്കൂളില്ലാത്ത ദിവസം 9 മണി 9:30 ഒക്കെ ആവും കേട്ടോ എണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമാണ് ഈ കാണുന്നത്. ഇങ്ങനെ ജനലിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ ആസ്വദിക്കാൻ നല്ല രസമാട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒമാനിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ മഴ കാണുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് ഈ വൃത്തിയാക്കൽ, ക്ലീനിങ്, അടിച്ചു വാരുക, തുടയ്ക്കുക, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ എൻ്റെ പണി. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും ഉമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ പിന്നെ പാത്രം കഴുകൽ അതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയാണ്. ഞാനിങ്ങനെ ടേബിളൊക്കെ തുടയ്ക്കാനായിട്ട് സൊർക്കയും നമ്മളെ ലിക്വിഡും ഉണ്ടല്ലോ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്തിട്ടാട്ടോ നമ്മൾ ആ ടേബിൾ തുടയ്ക്കുക. ഈ ടേബിളിനുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ വെറുതെ വെള്ളം കൊണ്ട് തുടച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു പച്ച മണം എനിക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും ഈ മഴക്കാലത്തുണ്ടല്ലോ ഒരുമാതിരി സ്മെല്ലായിരിക്കും കേട്ടോ. ഉമ്മ വെറുതെ ഇങ്ങനെ ഇത് തുണി കൊണ്ടായിട്ടാണ് തുടയ്ക്കുക. ഞാനെപ്പോഴും ഇതുപോലെ ലിക്വിഡും ഇതും മിക്സ് ചെയ്തിട്ടാണ് തുടയ്ക്കുക. അതുകൊണ്ട് നല്ല അങ്ങനെ തുടയ്ക്കുമ്പോൾ നമ്മൾ ടേബിൾ നല്ല ഫ്രഷ് ആയിരിക്കണം, ഒരു സ്മെല്ലും ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകൽ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത പണി അടിച്ചു വാരലാണ്. എനിക്കുണ്ടല്ലോ ഈ ജനലുകളൊക്കെ തുറന്നിടാൻ ഭയങ്കര പേടിയായിട്ട്. വല്ല കയറിയിരിക്കുകയോ നമ്മളില്ലാത്ത സമയം നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ബെഡിൻ്റെ അടിയിൽ കയറിയിരിക്കുകയോ അങ്ങനെ ഇപ്പോൾ ഓരോ ന്യൂസൊക്കെ കേൾക്കല്ലോ, പാമ്പ് കയറിയിരിക്കിനി അങ്ങനെയൊക്കെ കേൾക്കണോണ്ട് തന്നെ ഞാൻ അധികം ജനല തുറന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഞാൻ അടിച്ചു വാരുന്ന ടൈമിൽ കുറച്ച് നേരം തുറന്നിട്ടിട്ട് അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനങ്ങനെ ക്ലോസ് ആക്കിയിട്ട് കേട്ടോ. പക്ഷേ നമ്മളൊന്നും തുറന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ ഒരു അവിഞ്ഞ സ്മെല്ലുണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരു ഈർപ്പത്തിൻ്റെ മണം വരും. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ജനല തുറന്നിടും. ഞാൻ ഈ റൂമിലുണ്ടാവുന്ന ടൈമിൽ ഞാൻ തുറന്നിടും. ഇവിടെ നിന്ന് പോകുമ്പോൾ അപ്പം തന്നെ അടച്ചിടും കേട്ടോ. പിന്നെ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കയറാൻ സാധ്യത കുറവാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലത്തെ ജനല തുറക്കാൻ എനിക്ക് പേടിയാട്ടോ. അപ്പുറത്ത് നിറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനങ്ങനെ തുറക്കലില്ല. നോക്ക് ടാറ്റ പറഞ്ഞു ഒന്ന് ചിരിക്കണ നീ കുട്ടാപ്പോ. മറ്റേത്
അങ്ങനെ ഞാൻ അടിച്ചു വാരേൻ്റെ ഇടയിൽ ബ്രദറിൻ്റെ മോന് വന്നിട്ടാ. അപ്പോൾ പിന്നെ അവനായിട്ട് കുറേ നേരം കളിച്ചിരിക്കും. അവനെ ഇടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കളിച്ചിരിക്കും. ഫൈഹേ അക്കുലും ഉണ്ടാവുന്ന ടൈമിൽ അവൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ ഭയങ്കര വിഷമാട്ടാ. ഞാൻ മാത്രം ഒറ്റയ്ക്കുള്ള സമയത്ത് അവൻ വേഗം അവൻ്റെ മുളിച്ച് ഓടിപ്പോവും. അപ്പോൾ അവനെ കളിപ്പിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ പോയി. ഇന്ന് നമുക്ക് കുക്കിംഗ് ഫ്രീ ആയിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മൂത്താപ്പാടെ മോൻ്റെ, അതായത് ബ്രദറിൻ്റെ മോൻ്റെ മോൻ്റെ അല്ല മോളുടെ നാൽപ്പുളിയായിരുന്നു. പ്രസവിച്ചിട്ട് 40th ഡേ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതായിരുന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഫങ്ഷനായിട്ടൊന്നുമില്ല, പക്ഷെ അവിടെ എന്തുണ്ടാക്കിയാലും നമുക്ക് കൊണ്ടുതരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിച്ചൺ ഡ്യൂട്ടി ഇന്നില്ല. അതാണ് കിച്ചണിൻ്റെ ഡ്യൂട്ടി ഒന്നും കാണിക്കാതെ കേട്ടോ. കിച്ചൺ ഡ്യൂട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ഉമ്മക്ക് ഞാൻ ചെയ്ത് കൊടുക്കട്ടെ. ഞാനൊന്നും ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുക. മീൻകറി, ചോറ്, അങ്ങനത്തെ സാധാരണ ഫുഡൊക്കെ ആണെങ്കിൽ മിക്കപ്പോഴും ഉമ്മനാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ വന്നാൽ ഒരു ലേസിയാണ്, പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. മെയിനായിട്ട് ഈ ക്ലീനിങ് ചെയ്തും പിടിച്ചൊക്കെ നിൽക്കും. അപ്പോൾ അത് വീണ്ടും കാറ്റും മഴയൊക്കെ വരാനുള്ളൊരു തയ്യാറെടുപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകിട്ടത്തേക്കുള്ളൊരു കോളാണ് കേട്ടത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാലാവസ്ഥ ഒക്കെ കാണുമ്പോൾ നല്ലൊരു സുഖമാട്ടോ. നമ്മളവിടെ അങ്ങനെ ഭയങ്കര റഷായിട്ടുള്ള മഴയൊന്നുമില്ല കേട്ടോ. പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു, പിന്നെ അങ്ങനെ പോയി, പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു, പിന്നെ മഴ പെയ്യും, അങ്ങനെ മാറിയിട്ടാട്ടോ. പിന്നെ ചില സമയത്ത് നല്ല ഇളം കാറ്റിങ്ങനെ വീശും. അപ്പോൾ ജനാലങ്ങനെ തുറന്നിട്ടിട്ട് ഞങ്ങൾക്ക് എടുക്കുമ്പോൾ നല്ല സുഖമാണ്. ഫാൻ ഇടേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അത്രയ്ക്കും നല്ല കുളിർമയാണ്, നല്ല തണുപ്പാണ് ഈ കാലാവസ്ഥയിൽ. പിന്നെ ഇങ്ങനെ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഈ വെയിലുള്ള സമയത്ത് ഇങ്ങനെ നോക്കിക്കാൻ ഇഷ്ടമില്ല, മഴയുള്ള സമയത്ത് ഇങ്ങനെ നോക്കിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലാണ്, പ്രത്യേക ഒരു വൈബ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ജനൽ അടയ്ക്കാൻ പോണ്, കുറച്ച് നേരമൊക്കെ തുറന്നിട്ടു, ഇനി ഞാൻ ജനൽ അടയ്ക്കും. കാരണം നമ്മളങ്ങനെ ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തുറന്നിട്ട് പിന്നെ കൊതു കയറും. നമ്മൾ ഒരുപാട് നേരം തുറന്നിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കൊതു കയറാൻ തുടങ്ങും. അപ്പോൾ ഉച്ചയോടുകൂടി എന്തായാലും ഞാൻ അടയ്ക്കും. ഞാനുള്ള ടൈമാണെങ്കിലും ഉച്ചയോടുകൂടി ഞാൻ എന്തായാലും അടയ്ക്കും. കൊതു കയറി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാപ്പി ബർത്ത്ഡേ മോം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ഉമ്മ, മോം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും എഴുതി കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മ ഇത് തുറന്ന് നോക്കാത്തത്, ഞങ്ങൾ കുറേ നേരമായാലും ഉണ്ടാക്കി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവം പറഞ്ഞിരിക്കുക കേട്ടോ. രാവിലെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, പിന്നെ ഞാൻ പണിയുടെ ഇടയിൽ നോക്കിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഫ്രീ ആയ ടൈമിൽ അങ്ങനെ അവരെ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കുകയാണ്. അവർക്ക് ഭയങ്കര ഇത് എടുത്തു വയ്ക്കണം, അല്ലെങ്കിൽ അവർ ഭയങ്കര വിഷമമാട്ടെ. നമ്മളിത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ടിടും, ചിലപ്പോൾ കളയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.